തീർത്തും കാഴ്ചയിൽ അവൻ നിരാശനാണ്. ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് അവൻ ഉറങ്ങിയിട്ട്. ഏതാണ്ട് 27 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണ് അവൻ. ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവൻ്റെ പ്രശ്നം, അവന് ഉറങ്ങാൻ പറ്റുന്നില്ല, നല്ല ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവനുണ്ട്, വളരെ ഗൗരവമായൊരു കാരണം തന്നെയുണ്ട്. അവൻ്റെ ഏറ്റവും അധികം നന്നായിട്ട് സ്നേഹിച്ചത്, അവന് സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ആ സ്നേഹബന്ധം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. എന്ന് വെച്ചാൽ അവൾ പറഞ്ഞു, ഇനി നമ്മളിങ്ങനെ സ്നേഹിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല, മുന്നോട്ട് പോകാൻ ഒട്ടും സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം ഉണ്ടായത്, അതിന് തൊട്ട് മുൻപുള്ളൊരു ദിവസം അവൾ കോളേജിൽ അവളുടെ ക്ലാസ്സിലെ കൂട്ടുകാരായ ആൺകുട്ടികളായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഇവൻ പുറത്തു വന്ന് നിൽക്കുന്നു. അത് കണ്ട് ഇവളെ കോളേജിന് പുറത്തേക്ക് വിളിക്കുന്നു. ഒരു ഗംഭീര വഴക്ക്. ആ വഴക്കിന് ശേഷം ഇവളോട് സംസാരിച്ചിരുന്ന ചെറുപ്പക്കാർ, അവരെ കൂട്ടുകാർ ഇത് അറിയാൻ വേണ്ടി വന്നപ്പം അവിടെ അവരോടും ഇവൻ കയർത്ത് കയറി അവരുമായിട്ട് വഴക്ക് കൂടും. വാസ്തവത്തിൽ സംഭവിച്ചത്, ഇവൻ്റെ സ്നേഹബന്ധം തകരാനുള്ളൊരു കാരണമായിട്ട് ഇവന് മനസ്സിലാക്കുന്നത്, അവൾ ഇപ്പം ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൾ ഡിഗ്രി പഠനം തുടങ്ങിയ സമയത്ത് എന്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയായിരുന്നു, എന്ത് നന്നായിട്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. കാരണം ഇവർ രണ്ടുപേരും ഒരേ ഇടവകയിൽ തന്നെ വളരെ നല്ല ഒരു സ്നേഹത്തോടെ ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ്. വീട്ടുകാർക്ക് എന്തുമാത്രം ഇതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ടൊന്നുമില്ല ഇവർ. പക്ഷേ ഇവർ തമ്മിൽ ഒരു സ്നേഹമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഏറ്റവും നന്നായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് അവളുടെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഭാഷ, അല്ലെങ്കിൽ അവളിതിനെ മനസ്സിലാക്കിയത്, ഇവനായിരുന്നു കുറേം കൂടി നിർബന്ധിച്ച് അവളെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവൻ സ്ഥിരമായിട്ട് ഇവളെ കാണാനും സംസാരിക്കാനും ശ്രമിച്ചിരുന്നു, ഇവളോട് സ്നേഹമാണെന്ന് പറഞ്ഞിരുന്നു. നിരന്തരമായുള്ള സ്നേഹാഭ്യർത്ഥനയുടെ പേരിൽ അവൾ സ്നേഹമാണെന്ന് തിരിച്ചു പറയാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ അവളുടെ ഭാഷ. എന്ന് വെച്ചാൽ അവളുടെ മറുപടി അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അവൾക്ക് ഇവനുമായിട്ട് ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് അവൾ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഇതാണ്, അന്നു മുതലേ ഈ ശീലമുണ്ട്. ഇവൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവൻ പറയുന്നത് പോലെ അവൾ ചെയ്യണം. എന്ന് വെച്ചാൽ അവളോട് പറയും, നീ ഇന്ന ഡ്രസ്സ് ഇട്ട് വരണം, നീ ഇന്ന ആളോട് സംസാരിക്കാൻ പാടില്ല, നീ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇന്ന സമയത്ത് വരണം, ഏതെങ്കിലും സമയത്ത് വൈകിയാൽ ഇന്ന് എന്തായിരുന്നു. ചില സമയത്ത് ചില പ്രോഗ്രാമുകളുണ്ടെന്ന് ഇവനോട് പറയാത്തതിൻ്റെ പേരിൽ ഒരു നല്ലൊരു വഴക്ക് സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ തീർത്തും ഇവൾ പറയായിരുന്നു, ഇവനുമായിട്ടുള്ള സ്നേഹം ആരംഭിച്ച നാൾ മുതൽ തന്നെ എന്തൊക്കെയോ സ്വാതന്ത്ര്യക്കുറവ് അനുഭവിക്കാൻ തുടങ്ങി. ഇനി അത് വീട്ടുകാരോട് തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. വീട്ടുകാരെങ്ങനെ സഹകരിക്കുമെന്നറിയില്ല. അതിൻ്റേതായ കുറേ മാനസിക സംഘർഷങ്ങളുണ്ട്. ഒപ്പം ഇവൻ്റേതായ ചില നിർബന്ധങ്ങൾ. അപ്പോൾ ഇവളുടെ സ്വാതന്ത്ര്യം ഒരു വശത്ത്, വീട്ടുകാരോടുള്ള ഒരു ബന്ധം ഒരു വശത്ത്, മറുവശത്ത് ഇവനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളൊരു ആകുലത. അതിനോടൊപ്പം തന്നെയാണ് ഇവൾ ഡിഗ്രി പഠനം തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഡിഗ്രി പഠിക്കുന്ന ക്ലാസ്സിലെ കൂട്ടുകാർ തമ്മിൽ വളരെ സ്നേഹത്തിലാണ് ഇവർ. അതിൽ ആൺ സുഹൃത്തുക്കളുണ്ട്, പെൺ സുഹൃത്തുക്കളുണ്ട്. ഇവരൊരുമിച്ച് യാത്ര ചെയ്യും, ഒരുമിച്ച് ഫോട്ടോ എടുക്കും. ചില സമയങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരൊരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണുമ്പം അന്ന് ഇവൻ ഗംഭീര വഴക്കാണ്. കാരണം ഇവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാണ് അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത്, എന്തിനാണ് നീ അവൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇവളുടെ കൂട്ടുകാരോടും അല്ലെങ്കിൽ ഇവളുടെ ആൺ സുഹൃത്തുക്കളോടും ഇവൾ അമിതമായിട്ട് സംസാരിക്കുന്നത് പോലും ഇവന് അരോചകമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ഇവൾ പോകുന്ന വാഹനത്തിൻ്റെ പുറകിൽ യാത്ര ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവൾ പോകുന്ന വഴിയിലൂടെയൊക്കെ ഇവനും സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ എന്തൊക്കെയോ വല്ലാത്തൊരു പൊസസീവ്നെസ് ഇവനുണ്ടാകാൻ തുടങ്ങി. ഈ ഒരു പൊസസീവ്നെസ് തന്നെ അവളെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. അവളുടെ സ്വാതന്ത്ര്യം കുറഞ്ഞു.
അവൾ എവിടെ പോകണം, എന്ത് വസ്ത്രം ധരിക്കണം, എപ്പോൾ യാത്ര ചെയ്യണം, ആരോട് സംസാരിക്കണം, ഇതൊക്കെ വല്ലാത്ത നിർബന്ധങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പം അവൾ തീരുമാനിച്ചു ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാവില്ല. കാരണം ഇനി വിവാഹം കഴിഞ്ഞാലും ഒരുപക്ഷെ ഇങ്ങനെ തന്നെയാകും. നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്യണം എന്നതാണ് നിൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥമെങ്കിൽ ഒരുപക്ഷെ ഇത് മുന്നോട്ട് പോകുന്നതിൽ വലിയ വിജയമില്ല. കാരണം എനിക്ക് എൻ്റെ കോളേജ് പഠനകാലത്ത് എനിക്കിഷ്ടമുള്ള കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവൻ എപ്പോഴും പറയും, നീ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടരുത്, നിനക്ക് നാടൻ ഡ്രസ്സാണ് നല്ലത്, നീ എപ്പോഴും അങ്ങനെ തലമുടി ചെയ്യുമ്പം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നീ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, നീ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരുപാട് നിഷ്ഠകളോടെയാണ് ഇവൻ ഈ സ്നേഹത്തെ തുടരാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ദിവസം അവർ കോളേജിൽ വരികയും കോളേജിൽ ഇവളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇവൻ വഴക്കിടുകയും ചെയ്തു കഴിഞ്ഞപ്പം ആ ബന്ധം അതോടെ തീരാൻ ഇടയായി. പലപ്പോഴും ഈ സ്നേഹത്തെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെ പോയതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ അപകടം. എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് വീടുകളെയും ഒരുപാട് ഇടവകകളിലും ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ഒരേ ഇടവകയിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിലാകുന്നു, വീട്ടുകാർക്ക് അത് യോജിക്കാൻ കഴിയുന്നതാണെന്ന് ചോദിക്കാൻ പോലും തയ്യാറാകുന്നില്ല. മറ്റൊരു കാര്യം, ഇവർ ഈ സ്നേഹത്തെ ഒരു നിർബന്ധമായ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു ചിട്ടയുടെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ സ്വാർത്ഥതയുടെ ഒരു രീതിയായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. എനിക്കിഷ്ടമുള്ളത് നിറവേറ്റാനുള്ള ഒരാൾ, ഞാൻ പറയുന്നത് പോലെ ചെയ്യാനുള്ള ഒരു കളിപ്പാവ എന്ന രീതിയിൽ സ്നേഹബന്ധത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പം അതിലെന്തൊക്കെയോ കുറവ് സംഭവിക്കുന്നു. അത് ആരോഗ്യപരമല്ലാത്ത ഒരു ബന്ധമായിട്ട് മാറാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഇഷ്ടത്തെയും സ്നേഹത്തെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നത്, ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടങ്ങളാണ്, പക്ഷേ സ്നേഹമെന്ന് പറയുന്നത് അതിനേക്കാൾ കുറേയും കൂടിയൊക്കെ ആഴമുള്ളതാണ്. എന്ന് വെച്ചാൽ സ്നേഹമെന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ചെയ്യുന്ന ത്യാഗം പോലും സ്നേഹമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കാൻ കുറേയും കൂടിയും പഠിക്കുന്നതാണ്. നമുക്ക് ആരെയും മുറിപ്പെടുത്തിയിട്ടല്ല, ആരെയും നമ്മൾ വരിഞ്ഞു കെട്ടി അവരെ ഇങ്ങനെ ഒരു അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കുന്നതല്ല സ്നേഹം. പക്ഷേ അവരുടെ മാനസികാവസ്ഥയും അവരുടെ ജീവിതാവസ്ഥകളെയും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും കഴിയുമ്പോഴേ നല്ല സ്നേഹബന്ധങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും നല്ല സ്നേഹബന്ധങ്ങൾ എപ്പോഴും നന്മയാണ്. പക്ഷേ അത് ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്ന നല്ലതാണ്, സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടുകാരെ കൂടി അറിയിക്കുന്ന നല്ലതാണ്. എന്ന് വെച്ചാൽ വീട്ടുകാരറിയാതെ ഈ ഒരു സ്നേഹബന്ധം തുടരുകയും പിന്നീട് അത് വീട്ടുകാരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുമാത്രം വഴക്കുകളും പ്രശ്നങ്ങളുമാണ് ഇടവകയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹബന്ധങ്ങളെ വീട്ടുകാർ അറിയിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് വീട്ടുകാർക്ക് യോജിക്കാൻ പറ്റുന്ന ബന്ധമാണോ എന്നുകൂടി ആലോചിക്കുന്ന നല്ലതാണ്. കാരണം ഒരു കാലത്ത് വീട്ടുകാർക്ക് അനുയോജ്യമല്ലാത്ത ബന്ധമാണെന്ന് തിരിച്ചറിയുമ്പം അത് വീട്ടുകാർക്ക് നിങ്ങളെ തന്നെ എതിർക്കാനും അവരുമായിട്ട്, അതായത് ഈ ചെറുക്കൻ്റെയോ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് വലിയ വഴക്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി അറിയാനും അത് ഏറ്റവും നല്ല രീതിയിൽ മാനസിക പക്വതയോടുകൂടി അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന നല്ലതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമാണോ എന്നുള്ളത് കൂടി സ്വന്തം ആലോചിക്കുന്ന നല്ലതാണ്. കാരണം നമുക്ക് ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ കൂടി ചേർത്ത് വെച്ച് പോകാൻ പോകുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കുമ്പം അതും ഈ താൽക്കാലികമായൊരു സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ അല്ല, നിലനിൽക്കുന്ന ഒരു സ്നേഹവും ഇഷ്ടവും ആകണമെന്നുള്ള ചിന്ത നമുക്ക് ഉറപ്പായിട്ടും വേണം. അപ്പം അതുകൊണ്ട്
സ്നേഹബന്ധത്തെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന നല്ല തീരുമാനത്തെ, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള നിലനിൽക്കുന്ന നല്ല ജീവിതത്തെ എത്ര വൈകിയാണെങ്കിലും ചില നല്ല തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ പിന്നീട് അതൊരിക്കലും ഒരുപാട് ദുരന്തങ്ങളോ വേദനകളോ എൻ്റെ കുടുംബത്തിനോ എനിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വലിയ ദുരന്തങ്ങളോ വലിയ വേദനകളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ തീരുമാനമെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ഒരു പക്വതയോടെ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. എന്ന് വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യം, ഞാൻ ജീവിച്ച കുടുംബം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബന്ധങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ ബലപ്പെടുത്തും. ബന്ധങ്ങൾ കുറഞ്ഞു പോയാൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് ബലക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ വിലയിരുത്തുക. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പിന്നീട് ആ ഒരു തീരുമാനത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരുമോ എങ്കിൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ ബന്ധങ്ങളെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ നിർത്തിയേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാനുള്ള കാരണം എന്തൊക്കെയാണ്. ഏതെങ്കിലും ഒരു ജീവിത പ്രതിസന്ധിയുടെ സമയത്ത് എൻ്റെ കൂടെ നിന്ന വ്യക്തിയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും സങ്കടത്തിൻ്റെ സമയത്താണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്, ആ വ്യക്തിയുടെ സഹായം ഞാൻ തേടുന്നത്. അപ്പോഴാണോ ഞാൻ ഈ ബന്ധം ആരംഭിച്ചതെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ആ ബന്ധം ആരോഗ്യപരമായൊരു സമയത്തല്ല ആരംഭിച്ചത്. എന്ന് വെച്ചാൽ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏറ്റവും സങ്കടത്തോടെ ആയിരിക്കുമ്പോഴും ഏറ്റവും ദേഷ്യത്തോടെ ആയിരിക്കുമ്പോഴും ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയും. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ ആരോഗ്യപരമല്ല, നമുക്ക് ശരിയായ കാഴ്ചകൾ കാണാൻ കഴിയാത്ത സമയമായിരിക്കും. ഞാനിതിൽ പറയുമ്പോഴൊക്കെ ഞാൻ മാതാപിതാക്കളോട് കൂടി പറയാറുണ്ട്, മക്കൾ ഇത്തരത്തിലുള്ള സ്നേഹബന്ധത്തിലാണെന്ന് അറിയുമ്പം നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളത്, ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് എൻ്റെ അപ്പനോ അമ്മയോ എന്നോട് ഒന്നും പറഞ്ഞില്ല, എന്നിട്ട് കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴാണോ പറയുന്നത് ഈ വിവാഹം നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹബന്ധത്തെക്കുറിച്ച് കൃത്യമായിട്ട് മാതാപിതാക്കൾ മക്കൾക്ക് അവരുടെ ആഗ്രഹം എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ നല്ലതാണ്. ചില ഇഷ്ടങ്ങൾ അവർക്ക് യോജിക്കാൻ പറ്റാത്തതല്ലെങ്കിൽ എത്രയും നേരത്തെ തന്നെ പറയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ പക്വതയോടെ തീരുമാനിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം, നമ്മുടെ ഈ ചെറുപ്പക്കാരൻ്റെ പ്രശ്നത്തിലേക്ക് വരാം. ഈ ചെറുപ്പക്കാരൻ്റെ പ്രശ്നം, അവൻ സ്നേഹത്തെ കണ്ടത് അവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഇടമായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹബന്ധം മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത്. ഇനി ഇത്രയേറെ നിരാശയിലാകാനുള്ള കാരണങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ എത്രയോ ചെറുപ്പക്കാർ ചില ഇഷ്ടങ്ങളെ നിരാകരിക്കുമ്പം അതിനെ നല്ല രീതിയിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഒരു അതിജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായത്? കാരണം അവൻ്റെ ഇഷ്ടങ്ങൾക്കെതിരെ എന്തു വന്നാലും അതിജീവിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കും ഇത്രയും നല്ല മനുഷ്യനാണ്, പാവമാണ്, അവൻ ഏറ്റവും നല്ലവനാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പം ഇപ്പം നമുക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ മനസ്സിലായി, അവൻ്റെ ഇഷ്ടങ്ങൾക്കെതിരെ ആര് വരുമ്പം അവന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ അവൻ പഠിക്കേണ്ട ഒരു പാഠം, അവന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടക്കുന്നൊരു ലോകത്തെയല്ല അവൻ കാണേണ്ടത്. അവൻ ഇഷ്ടമില്ലാത്തത് പോലും നടക്കുമ്പം അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ, അതിജീവിക്കാനുള്ളൊരു മനക്കരുത്ത് കൂടി ആവശ്യമുണ്ട്. അതില്ലാത്തതിൻ്റെ പേരിൽ അവനിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ജീവിതത്തെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിക്കുന്നൊരു കാര്യം. ചിലപ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുള്ളത്, ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഞാൻ പറയാറുള്ളത്, ഒന്നുകിൽ ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. കാരണം സ്വയം നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ സാഹചര്യമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഗൗരവമായിട്ടുള്ള ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റമുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊന്ന് മാറി താമസിച്ച് തന്നെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം താനെ സംഭവിക്കില്ല ഈ ഒരു മാറ്റം. എന്ന് വെച്ചാൽ ഒരു ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഇഷ്ടമല്ലെന്ന് തിരിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ജീവിതം മുന്നോട്ട് പോകില്ല, ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പം അതിജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മനഃപൂർവ്വം നമ്മളെ ഏതെങ്കിലും വേറൊരു സാഹചര്യത്തിലേക്ക് മാറ്റി നമ്മൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ശ്രമിക്കണം.
കാരണം ജോലി ചെയ്യാത്തൊരു സാഹചര്യം, ഉറങ്ങാത്തൊരു സാഹചര്യം, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്തൊരു സാഹചര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മോശപ്പെടുത്തുകയുള്ളൂ, അല്ലാതെ വളർത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുമ്പം വേറെ ഏതെങ്കിലും സാഹചര്യത്തിലേക്ക് തന്നെ നിർബന്ധപൂർവ്വം മാറ്റി നിർത്തിയിട്ട് ഒരു ശ്രമം നടത്തി നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടി ക്രമപ്പെടുത്താൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലേക്കോ നമ്മളെ തന്നെ ഒന്ന് നിർബന്ധപൂർവ്വം മാറ്റിയാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് കുറേയും കൂടിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളായ എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, സ്നേഹബന്ധത്തെ ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനത്തോടെ കാണാൻ കഴിയണമെന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നിറവേറ്റാനുള്ള ഒരിടമല്ല സ്നേഹബന്ധങ്ങൾ, മറിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയുന്നൊരു സ്വാതന്ത്ര്യം കൂടിയുള്ള സ്ഥലമാണ്. ഇനി ഈ സ്നേഹബന്ധങ്ങളെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പം, ആഴമുള്ള സ്നേഹബന്ധത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബവും എന്നോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് പിന്നീട് ഒരുപാട് സങ്കടങ്ങളും നിരാശയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, ഏതെങ്കിലും രീതിയിൽ ഈ ബന്ധം മുറിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ആരോഗ്യപരമായിട്ട് നേരിടാൻ കഴിയണം. കാരണം ഒരു വ്യക്തി നമ്മളോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളെ വേറെ ആരും ഇഷ്ടപ്പെടുന്നില്ലെന്ന് വരുന്നില്ലല്ലോ. ഒരു വ്യക്തിക്ക് നമ്മോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നമ്മളെ ഇഷ്ടപ്പെടാനുള്ള വേറെ എത്രയോ സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇനിയും നമുക്ക് നല്ല ബന്ധങ്ങൾ കണ്ടെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയോടെ ലോകം അവസാനിക്കുന്നില്ല എന്ന് കരുതുന്നതാണ് ഏറ്റവും സമാധാനപരമായ ഒരു ചിന്ത. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വളർത്തിയെടുക്കാൻ കഴിയുന്ന വേറൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതാവസ്ഥയെ മാറ്റുന്നതും ഒരുപക്ഷെ ആരോഗ്യപരമായി ഈ സാഹചര്യത്തെ നേരിടുന്നതിന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയോടെ ജീവിതത്തെ അതിജീവിക്കാൻ കഴിയുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന വലിയ ശക്തിയാണ്. നമ്മുടെ ജീവിതത്തെ ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ, വളരെ വേദനയുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ഒരു പ്രാർത്ഥനയുടെ ബലം കൂടി നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്ന് പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.